Meet the editors. ചോദ്യം ഇതാണ്, തന്ത്രിസ്ഥാനം കുത്തകയോ? നമുക്കൊപ്പം പിയാസുനിൽ കൂടി ചേരുന്നുണ്ട്. പിയാസുനിൽ ഡൽഹിയിൽ നിന്നും ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ സംവിധാനം വഴിയാണ് നമുക്കൊപ്പം ചേരുന്നത്. വെൽക്കം പിയാസുനിൽ ആൻഡ് ഗുഡ് ഈവനിങ്. പിയാസുനിൽ ഇന്നിപ്പോൾ കേരളത്തിൽ നടന്ന ചർച്ചകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിൽ KS രാധാകൃഷ്ണൻ തുടക്കമിട്ടു. സന്ദീപ് വചസ്പതി അടക്കം ഇന്ന് മറുപടി പറയുന്നു. പന്തളം കൊട്ടാരം പ്രതിനിധി അക്കാര്യത്തിലൊരു നിലപാട് പറയുന്നു. മന്ത്രിയും അക്കാര്യത്തിൽ ദേവസ്വം ബോർഡിന് തീരുമാനമെടുക്കാം തന്ത്രിയെ മാറ്റുന്ന കാര്യത്തിൽ. പക്ഷെ ഒന്നും സംഭവിക്കാൻ സാധ്യതയില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നത് നാളെ ബ്രഹ്മദത്തനെ തന്ത്രിയാക്കിക്കൊണ്ട് ദേവസ്വം ബോർഡ് തീരുമാനമെടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. പക്ഷേ KS രാധാകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് പോലെ, ഇന്നിപ്പോൾ പന്തളം കൊട്ടാരത്തിൻ്റെ പ്രതിനിധി പറഞ്ഞിരിക്കുന്നത് പോലെ, കരായ്മയുടെ അവകാശം യഥാർത്ഥത്തിൽ താഴമൺ തന്ത്രി കുടുംബത്തിൽ മാത്രം ഒതുങ്ങുന്നുണ്ടോ? അതൊരു കുത്തകയാക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ കുത്തകയാക്കി വെക്കേണ്ട ആവശ്യമുണ്ടോ? താന്ത്രിക അവകാശം തന്ത്രവിധി പ്രകാരം പഠനം നടത്തിയവർക്ക് കൊടുക്കലല്ലേ മാന്യത? തീർച്ചയായും കുത്തക എന്ന് പറയുന്നത് ഒരു തെറ്റായ കീഴ്വഴക്കമാണ്. പക്ഷേ ഇവിടെ താഴമൺ കുടുംബം ഒരുപാട് കാലമായി ശബരിമലയുടെ കുത്തക അവകാശം നിലനിർത്തി പോരുന്നവരാണ്. അവിടെ തൊടാൻ വിശ്വാസം, ആചാരം എന്നത് ഭയന്ന് ഒരു സർക്കാരും അതിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ്. നോക്കൂ, എത്രയെത്ര ആരോപണങ്ങൾ ഈ തന്ത്രി കുടുംബത്തിനെതിരെ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ കണ്ടൊരു മോഹനര് അറസ്റ്റിലായ സാഹചര്യമൊക്കെ തന്നെ അറിയാം. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അന്ന് ജസ്റ്റിസ് പരിപൂർണൻ കമ്മീഷൻ നടത്തിയ പരിശോധനയിൽ ജസ്റ്റിസ് പരിപൂർണൻ പറഞ്ഞത് എന്താണ്? സംസ്കൃതം പോലും അറിയില്ല, താന്ത്രിക വിദ്യകൾ കൃത്യമായി അറിയില്ല, അവരാണ് ശബരിമലയിലെ തന്ത്രിയായി പ്രവർത്തിക്കുന്നത് എന്നാണ് ജസ്റ്റിസ് പരിപൂർണൻ കമ്മീഷൻ അന്ന് ചൂണ്ടിക്കാണിച്ചത്. എന്നിട്ട് എന്തുണ്ടായി? എന്തെങ്കിലും മാറ്റമുണ്ടായോ? ഒരു മാറ്റവും ഉണ്ടായില്ല. വീണ്ടും അവരുടെ പുതിയ തലമുറക്കാർ തന്ത്രിമാരായി വരുന്നു. ഇപ്പോൾ അത് തന്നെയാണ് ആവർത്തിക്കാൻ പോകുന്നത്. സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് അയ്യപ്പ വിശ്വാസികളുടെ ഹൃദയത്തിലുണ്ടാക്കിയ വലിയ മുറിവാണ്, വലിയ ആഘാതമാണ്. നോക്കൂ, ശബരിമലയിൽ എത്രത്തോളം വിശ്വാസം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഓരോ വർഷവും എത്തുന്ന അയ്യപ്പന്മാർ, അവർ വലിയ വിശ്വാസത്തിൽ ശബരിമലയിലെത്തുമ്പോൾ അവർക്ക് ഇന്ന് ശബരിമലയിലെത്തുമ്പോൾ അവരെ സ്വീകരിക്കുന്നത് എന്താണ്? ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള, അവിടുത്തെ താഴികക്കുടങ്ങൾ, അവിടുത്തെ കട്ടിലപ്പാളി, ഇതൊക്കെ തന്നെ അടിച്ചു മാറ്റി, അതിൻ്റെ സ്വർണം അടിച്ചു മാറ്റിയ കുറേ ആളുകൾ, അതിന് കൂട്ടുനിന്ന തന്ത്രി എന്ന ആക്ഷേപം, തന്ത്രി ജയിലിൽ കിടന്ന സാഹചര്യം, ഇതൊക്കെയാണ് അവർക്ക് മുന്നിലേക്ക് വരുന്നത്. എത്രത്തോളം വേദനയുണ്ടാക്കുന്നതാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യം എന്നുള്ളതാണ്. അപ്പോൾ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ശബരിമലയിലും വേണം എന്നുള്ളതാണ്. നേരത്തെയൊക്കെ തന്നെ സുപ്രീം കോടതി ഈ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഇടപെടുന്നതിന് പരിധിയുണ്ട് എന്നൊക്കെ പറഞ്ഞുവെങ്കിൽ പോലും ശബരിമലയിലെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ആരും അവിടെ ഇടപെടാൻ തയ്യാറല്ല എന്നുള്ളതാണ്. മുൻപ് ആന്ധ്രാപ്രദേശിൽ സമാനമായൊരു സാഹചര്യത്തിൽ തന്ത്രിയെ മാറ്റിയപ്പോൾ കോടതി ഇടപെട്ട് അത് തടഞ്ഞിട്ടുണ്ട്. അവിടെ സർക്കാരിന് അത് തിരിച്ചടിയേറ്റുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സർക്കാരും ഇതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇവിടെ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ഒരു തന്ത്രി എന്ന് പറയുന്നത് അത് വ്യക്തിശുദ്ധി എന്ന് മാത്രമല്ല, താന്ത്രിക വിദ്യ, പൂജാകർമ്മങ്ങൾ അറിയുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം പാലിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ജ്ഞാനത്തിൻ്റെ കാര്യത്തിലായാലും, അതുപോലെ തന്നെ അദ്ദേഹം ശാന്തസ്വരൂപനാകണം എന്നതിനൊപ്പം തന്നെ ത്യാഗമുള്ളവനായിരിക്കണം എന്നൊക്കെ തന്നെ തന്ത്ര സമുച്ചയത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ത്യാഗം എന്ന് പറയുന്നത് എന്താണ്? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ ഉള്ള ഒരാൾക്ക് ശബരിമലയിൽ അയ്യപ്പൻ്റെ സ്വർണം കൊള്ളയടിക്കാൻ വഴിയൊരുക്കിയതാണോ ത്യാഗം എന്നുള്ളൊരു ചോദ്യം വലിയതായി തന്നെ ഇവിടെ ഉയരുകയാണ്. ഏതായാലും ഇവിടെ ഇന്ന് ഡോക്ടർ KS രാധാകൃഷ്ണൻ്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റോട് കൂടി വീണ്ടും ആ പഴയ ചർച്ചകൾക്ക് ചൂട് പിടിക്കുകയാണ്. എന്തുകൊണ്ട് താഴമൺ കുടുംബത്തിൽ നിന്ന് ഈ തന്ത്രി പദവി അല്ലെങ്കിൽ തന്ത്രി കുത്തക അവകാശം എന്തുകൊണ്ട് മാറ്റിക്കൂടാ? അവർ എന്തുകൊണ്ട് സ്വയം പിന്മാറിക്കൂടാ? ഇത്രയും ആരോപണങ്ങൾക്ക് നടുവിൽ നിന്നുകൊണ്ട് എന്തൊക്കെ സഹിച്ചാലും അയ്യപ്പൻ്റെ സ്വർണം കൊള്ളയടിക്കാൻ കൂട്ടുനിന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കണ്ഠർ രാജീവർക്ക് ഏതാണ്ട് 20 വർഷത്തോളം അടുപ്പമുണ്ട്, പരിചയമുണ്ട്. അദ്ദേഹം ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടുത്തെ സ്വർണ്ണപ്പാളികൾ അടർത്തി കൊണ്ടുപോകുമ്പോൾ അത് തടയാനോ അതല്ലെങ്കിൽ അതിനെതിരെ ഒരു നടപടി സ്വീകരിക്കാനോ അനുജ്ഞ നൽകാനോ ഒന്നും തയ്യാറാകാതെ
ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്നു എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിനെതിരെ കുറ്റപത്രം നൽകിയത്, അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് ജയിലിൽ കിടക്കേണ്ടി വന്നത്. സ്വാഭാവിക ജാമ്യം ലഭിച്ചുവെങ്കിൽ പോലും അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ വളരെ ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴും അന്വേഷണം തുടരുകയാണ്. അന്വേഷണം തുടരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഇപ്പോൾ മകനെ തന്ത്രിയായി അവരോധിക്കണം, തന്ത്രിയായി കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ട് ദേവസ്വം ബോർഡിനെ കത്ത് നൽകിയിരിക്കുന്നത്. ദേവസ്വം ബോർഡ് കൈകഴുകിയിരിക്കുന്നു. ഇനിയിപ്പോൾ ഹൈക്കോടതിയാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടത്. ഹൈക്കോടതിക്ക് ഈ വിഷയത്തിൽ തീരുമാനമെടുക്കാനുള്ള എല്ലാ അധികാരവുമുണ്ട്. ആ അധികാരം ഹൈക്കോടതി ഉപയോഗപ്പെടുത്തുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 1991 മുൻപ് നമ്മൾ മുൻപ് പല സമയത്തും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. 1991 മുൻപ് ശബരിമലയിൽ യുവതികൾക്ക് പ്രവേശിക്കാൻ അവസരമുണ്ടായിരുന്നു. യുവതികൾ ശബരിമലയിൽ പ്രവേശിച്ചിരുന്നു. എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾ 1991 മുൻപ് ശബരിമലയിൽ പോയിരുന്നു. പക്ഷേ അത് അവിടെ അശുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചു വന്ന ഒരു കത്ത് ഒരു പൊതുതാൽപര്യ ഹർജിയായി പരിഗണിച്ചുകൊണ്ട് അന്നത്തെ ജസ്റ്റിസ് പരിപൂർണൻ അതൊരു കേസായി ആ ഒരു കത്തിനെ മാറ്റിക്കൊണ്ട് പിന്നീട് കേരള ഹൈക്കോടതി ഉത്തരവിട്ടുകൊണ്ടാണ് ശബരിമലയിൽ യുവതീ പ്രവേശനം നിരോധിക്കുന്നത്. അപ്പോൾ അത്രയും വലിയ തീരുമാനമെടുക്കാൻ കോടതി ഉത്തരവിലൂടെ അത്രയും വലിയ തീരുമാനമെടുക്കാൻ ഹൈക്കോടതിക്ക് കഴിയുമെങ്കിൽ ഇപ്പോൾ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന തന്ത്രി കുടുംബത്തെ ഈ ശബരിമലയിലെ ആചാര കാര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്താനുള്ള തീരുമാനവും ഹൈക്കോടതിക്ക് എടുക്കാവുന്നതാണ്. നിയമപരമായി അതിന് യാതൊരു തടസ്സവുമില്ല. അത് കേരള ഹൈക്കോടതി എടുക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. പുരാണങ്ങളിൽ പോലും സംശയത്തിൻ്റെ ആനുകൂല്യം ആർക്കും നൽകിയിട്ടില്ല. പുരാണങ്ങളിൽ പോലും സംശയത്തിൻ്റെ ആനുകൂല്യം ആർക്കും നൽകിയിട്ടില്ല. ഇവിടെ സംശയത്തിൻ്റെ നിഴലിലാണ് തന്ത്രി കുടുംബമുള്ളത്. അപ്പോൾ ഒരുപാട് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ തന്ത്രി കുടുംബം തൽക്കാലത്തേക്കെങ്കിലും അഗ്നിശുദ്ധി വരുത്തി അവർ ഈ ആരോപണങ്ങളുടെ നിഴലിൽ നിന്ന് മറികടന്ന് അവരുടെ നിരപരാധിത്വം തെളിയിച്ചു വരണം എന്ന് വിശ്വാസികൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന്. അതാണ് പലരും ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ തന്ത്രി കുടുംബം തന്നെ സ്വമേധയാ ഒരു തീരുമാനത്തിലേക്ക് പോകണം. അതല്ല എങ്കിൽ തന്ത്രി കുടുംബത്തെ മാറ്റി നിർത്താനുള്ള തീരുമാനം ദേവസ്വം ബോർഡ് എടുക്കില്ല. ഏതായാലും ഇപ്പോൾ വ്യക്തമായി. ഇനിയിപ്പോൾ കേരള ഹൈക്കോടതിയെങ്കിലും എടുക്കുക തന്നെ വേണം എന്നുള്ളതാണ്. കുത്തക അവകാശം എന്ന് പറയുന്നത് പുതിയ കാലഘട്ടത്തിൽ നിലനിൽക്കുന്നതല്ല. മാറ്റുവിൻ ചട്ടങ്ങളെ അതല്ലെങ്കിൽ നിങ്ങളെ തന്നെ മാറ്റുവിൻ ചട്ടങ്ങളെ അതല്ലെങ്കിൽ നിങ്ങളെ തന്നെ ഈ മാറ്റുമെന്ന് കുമാരനാശാൻ പറഞ്ഞതുപോലെ പെട്ടെന്ന് വിട്ടുപോയി. മാറ്റുമതികളെ നിങ്ങളെ താൻ എന്ന് ആശാൻ പറഞ്ഞതുപോലെ ഇത് ഇപ്പോൾ തെറ്റുതിരുത്താൻ തയ്യാറായില്ല എങ്കിൽ ഇത് തിരുത്തുന്ന മറ്റൊരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളതാണ്. നോക്കൂ, യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സംഘർഷങ്ങളാണ് ശബരിമലയിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വേണം. വിശ്വാസികളുടെ വിശ്വാസവും അവരുടെ പ്രതീക്ഷയും അവരുടെ ആഴത്തിലുള്ള ഈ ശബരിമല വിശ്വാസത്തിലുള്ള അവരുടെ പ്രതീക്ഷയും ഒക്കെ തന്നെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വലിയ തീരുമാനം ഇവിടെ ഉണ്ടാകണം. തന്ത്രി കുടുംബം തീർച്ചയായും സംശയത്തിൻ്റെ നിഴലിൽ തന്നെയാണ്. ശബരിമലയിൽ നടക്കുന്ന വലിയ തട്ടിപ്പുകൾ സംബന്ധിച്ച് ഒരുപാട് പേർ ഇതിനകം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഒരുപാട് പേർ അക്കാര്യം എഴുതിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ആ തെളിവുകളൊക്കെ തന്നെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഒരു സാക്ഷിയായി നിൽക്കുമ്പോൾ അത് അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. അത് അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു തീരുമാനം ഉണ്ടാകരുത്. ഏതായാലും ഇപ്പോൾ കണ്ഠരര് രാജീവര് ഈ ഒരു തന്ത്രി സ്ഥാനത്ത് നിന്ന് സ്വയം മാറി നിൽക്കാൻ തയ്യാറാകുന്നു. പക്ഷേ അപ്പോഴും അദ്ദേഹം ആവശ്യപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ മകനെ തന്ത്രിയാക്കി കൊണ്ടുവരണം എന്നുള്ളതാണ്. എങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുക? എങ്ങനെയാണ് ഈ വിഷയം ന്യായീകരിക്കാൻ കഴിയുക? BJPക്ക് അടക്കം ഇക്കാര്യത്തിൽ യോജിച്ചൊരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. നമുക്കറിയാലോ, മുൻപ് RSS ശബരിമലയിൽ എല്ലാ വിഭാഗം സ്ത്രീകളെയും പ്രവേശിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ട് മുന്നോട്ട് വന്ന RSS പിന്നീട് ആ നിലപാട് മാറ്റിക്കൊണ്ട് പൊതുസമൂഹത്തിൻ്റെ നിലപാടിനൊപ്പം മാറിയെന്നാണ് RSS പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ മാറാൻ കഴിയുമല്ലോ. നിലപാടുകളിൽ, തീരുമാനങ്ങളിൽ, ചട്ടങ്ങളിൽ അങ്ങനെയൊക്കെ മാറ്റം വരുത്താൻ കഴിയുമല്ലോ. അതുകൊണ്ട് ഈ കാലത്തിന് വേണ്ടത് അവിടെ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന തന്ത്രിമാരല്ല, തന്ത്ര സമുച്ചയം എന്താണോ പറയുന്നത് അതനുസരിച്ചുള്ള തീരുമാനങ്ങൾ വേണം. അതനുസരിച്ച് ശബരിമലയിൽ തന്ത്രിമാരാകാൻ യോഗ്യരായവരെ കണ്ടെത്തണം. നമ്മൾ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ശാന്തിമാരെ നിയമിക്കുന്നതിനൊക്കെ തന്നെ വിപ്ലവകരമായ തീരുമാനം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. യോഗ്യതയനുസരിച്ച് മന്ത്രവിദ്യകൾ അറിയുന്ന, തന്ത്രവിദ്യകൾ അറിയുന്ന അവരെ യോഗ്യതയനുസരിച്ച് എഴുത്തു പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ, അഭിമുഖത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ
തീരുമാനങ്ങൾ നിയമനങ്ങൾ നടത്തുന്നതുമായി നടത്തിയിട്ടുള്ള ചരിത്രം കേരളത്തിലുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാനുള്ള പൊളിറ്റിക്കൽ വിൽ ഈ സർക്കാരിനുണ്ടാകണം. അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാനുള്ള നിയമപരമായ ഉത്തരവാദിത്വം കോടതിയും ഇവിടെ പാലിക്കണം. അതുകൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇക്കാര്യത്തിൽ കേരള ഹൈക്കോടതി ഒരു ശക്തമായ തീരുമാനത്തിലേക്ക് പോകും എന്നുള്ളതാണ്. അതല്ലാതെ ഒരു തീരുമാനമെടുത്താൽ ഇതുപോലെയുള്ള തട്ടിപ്പുകൾ ശബരിമലയിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ശബരിമലയിൽ ഇത് ആവർത്തിക്കും. അത് വിശ്വാസികളുടെ പ്രതീക്ഷകൾക്ക് വലിയ തിരിച്ചടിയായിരിക്കും ഉണ്ടാക്കുക. ഓക്കെ, ശബരിമലയിൽ തന്ത്രി സ്ഥാനം കുത്തകയോ എന്നതാണ് ചോദ്യം. മധു, ഞാനിപ്പോൾ ഈ മീഡിയ എഡിറ്റേഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നത് ഡിബേറ്റ് വിത്ത് മധു സജിയിൽ നിന്നാണ്. അവിടെ പന്തളം കൊട്ടാരത്തിന്റെ പ്രതിനിധി ശ്രീ രാജരാജവർമ്മ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് തന്ത്രിസ്ഥാനം ഒരു വ്യക്തിയുടെ കുത്തകയല്ല, ഇതൊരു കാരായ്മ അവകാശമാണ്. ഞാൻ അദ്ദേഹത്തെ കോട്ട് ചെയ്യുന്നത്, നമ്മൾ പറയുമ്പോഴുണ്ടാകുന്ന ആധികാരികതയ്ക്കപ്പുറത്ത് കൊട്ടാരം പറയുമ്പോൾ സ്വാഭാവികമായും അതിനൊരു കൂടുന്ന ആധികാരികതയുണ്ടാകും. അദ്ദേഹം പറഞ്ഞത് ഇതൊരു കാരായ്മ അവകാശമാണ്, അത് കുത്തക എന്ന നിലയ്ക്ക് ഒരു വ്യക്തിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നതല്ല. ഈ കാരായ്മ അവകാശം തന്ത്രിക്കല്ല, അത് താഴ്മൺ കുടുംബത്തിനാണ്. പരശുരാമൻ ക്ഷേത്രങ്ങൾ പണിത സമയത്ത് അദ്ദേഹം കേരളത്തിന് പുറത്തുനിന്ന് കൊണ്ടുവന്ന 2 കുടുംബങ്ങളിൽ ഒന്നാണ്. അതിലൊരു കുടുംബം നദിക്ക് മുകളിലൂടെയും ഒരു കുടുംബം നദിക്ക് സമീപത്തുള്ള മണ്ണിൽ കൂടെയും നടന്നു വന്നു. അങ്ങനെ താഴത്തെ മണ്ണ് എന്നുള്ള നിലയ്ക്കാണ് താഴ്മൺ എന്ന കുടുംബം ഉണ്ടായത് എന്നതാണ് ഐതിഹ്യം, കഥ കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഈ പറയുന്ന തന്ത്രിസ്ഥാനം ജന്മാവകാശം എന്ന നിലയ്ക്ക് പിന്നീട്, അതും ജന്മാവകാശം എന്ന് പറയുമ്പോൾ എല്ലാവർക്കുമില്ല, അത് അവിടുത്തെ മൂപ്പുസ്ഥാനീയനാണ്. നിലവിൽ, അതായത് ഈ തലമുറയിൽ ഉണ്ടായിരുന്ന മൂപ്പുസ്ഥാനീയൻ എന്ന് പറയുന്നത് കണ്ഠരര് മോഹനനാണ്. അദ്ദേഹത്തിന് അവിടെ വിലക്കുണ്ടായ പശ്ചാത്തലം നമുക്കറിയാം. അത് ആ കേസുമായി ബന്ധപ്പെട്ടാണ്. ശോഭാ ജോണൊക്കെ ഉൾപ്പെടുന്ന കേസിൽ അദ്ദേഹം വാദിയാണ്. ആ കേസിൽ അദ്ദേഹത്തെ ഗൂഢാലോചന നടത്തി അദ്ദേഹത്തെ അവിടെ തടഞ്ഞു വെച്ചു എന്നടക്കമുള്ള കേസിൽ അദ്ദേഹം വാദിയാണ്. കഴിഞ്ഞ 20 വർഷമായി ഈ മൂപ്പുസ്ഥാനീയനായ കണ്ഠരര് മോഹനര് ശബരിമലയിലേക്ക് എത്തുന്നില്ല. അദ്ദേഹത്തിന് അവിടെ തന്ത്രിസ്ഥാനം വഹിക്കുന്നതിൽ ദേവസ്വം ബോർഡിന്റെ വിലക്കുണ്ടായി. ആരുടെ? ദേവസ്വം ബോർഡിന്റെ. അപ്പോൾ ആ തീരുമാനങ്ങൾ എടുക്കാൻ കാലാകാലങ്ങളിൽ ദേവസ്വം ബോർഡിന് കഴിഞ്ഞിരുന്നു എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് കുറച്ചു മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു വ്യക്തി അറിയിച്ചതും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജി രാമൻ നായർ ആവശ്യപ്പെട്ട പ്രകാരമാണ് മോഹനര് മാറി നിന്നത് എന്നതാണ്. ഇനി അങ്ങനെ അദ്ദേഹം മാറി നിന്നു. നേരത്തെ രാജരാജവർമ്മയും നമ്മളോട് ചർച്ചയിൽ പറയുന്നുണ്ടായിരുന്നു, മൂപ്പുസ്ഥാനീയൻ ശബരിമലയിൽ പോയ 20 വർഷമായി എത്തുന്നില്ല. മൂപ്പുസ്ഥാനീയന്റെ ആ ഒരു പദവിയിലേക്ക് പിന്നീട് എത്തിയ ആളാണ് ഇപ്പോഴത്തെ തന്ത്രി. ഇപ്പോഴത്തെ തന്ത്രി എന്ന പ്രിവിലേജ് അനുഭവിക്കുന്നതിനൊപ്പം തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത 2 കേസുകളിൽ പ്രതിയാണ്. ഇനി 3ാമത്തെ FIR രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൽ പ്രതി ചേർക്കുമോ SIT എന്ന കാര്യവും അറിയില്ല. കുറ്റപത്രമടക്കം മുന്നോട്ട് പോകുന്ന സമയവുമാണ്. സ്വാഭാവികമായും അതിൽ SIT ഇനി വീണ്ടും കടുത്ത നടപടികളിലേക്കോ കോടതിയിൽ നിന്ന് കടുത്ത പരാമർശങ്ങൾ ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു അനിശ്ചിതത്വം നിൽക്കുന്നുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹം തൻ്റെ മകനായ ബ്രഹ്മദത്തന് തന്ത്രിസ്ഥാനം കൈമാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്ത് അയച്ചിരിക്കുന്നത്. ആ കത്ത് ദേവസ്വം ബോർഡിന് പരിഗണിക്കാൻ നിലവിൽ കഴിയില്ല. നേരത്തെ ആയിരുന്നെങ്കിൽ പരിഗണിക്കാമായിരുന്നു, കാരണം തന്ത്രിയുടെ കത്താണ്. പക്ഷെ ഇപ്പോൾ പരിഗണിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? അദ്ദേഹം അതേസമയം തന്നെ സ്വർണ്ണക്കൊള്ള കേസിലെ 2 കേസുകളിലെ പ്രതി എന്നതുകൊണ്ട് അതിൽ നിയമപരമായ പ്രശ്നമുണ്ട്. തന്ത്രി ചൂണ്ടിക്കാണിക്കുന്നതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ നിലവിൽ ദേവസ്വം ബോർഡിന് കഴിയില്ല. അതുകൊണ്ട് ആ കത്തും കോടതിയുടെ പരിഗണനയിലേക്ക് ദേവസ്വം ബോർഡ് കൊടുത്തിരിക്കുകയാണ് എന്നതാണ് നിലവിലത്തെ ഒരു സ്റ്റാറ്റസ്. അപ്പോൾ ഈ മൂപ്പുസ്ഥാനീയൻ കഴിഞ്ഞ 20 വർഷമായി അവിടെ നിൽക്കുന്നതിൽ അദ്ദേഹത്തിന്റെ പദവി അലങ്കരിക്കുന്ന ഇപ്പോഴത്തെ തന്ത്രി അവിടെയുണ്ട്. അദ്ദേഹത്തിനും നിലവിൽ നിയമപരമായ പ്രശ്നമുണ്ട്. ഇനി മഹേഷ് മോഹനരാണ് നിലവിൽ അവിടെ മറ്റൊരു ഈ തന്ത്രിയായി നിലനിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ ടേൺ ഇപ്പോൾ അവസാനിക്കാൻ നിൽക്കുകയാണ്. അടുത്ത ടേണിൽ അവിടെ വരേണ്ടത് കണ്ഠരര് രാജീവരാണ്. അദ്ദേഹത്തിന് അവിടേക്ക് വരാൻ കഴിയില്ല നിലവിലത്തെ സാഹചര്യത്തിൽ. അപ്പോൾ അവിടെ ഒരു അതായത് ആരാണ് തന്ത്രി എന്ന നിലയ്ക്ക് അവിടെ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. ഈ മഹേഷ് മോഹന് മാറി നിൽക്കുമ്പോൾ ഇനി രാജീവർക്ക് അവിടെ വരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ മഹേഷ് മോഹൻ ഒരു തുടരുമോ, അതോ ഈ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ ഈ കണ്ഠരര് രാജീവരെ വീണ്ടും തന്ത്രിയാകാൻ ഉള്ള അനുമതി ബോർഡ് കൊടുക്കുമോ എന്നടക്കം പ്രശ്നമുണ്ട്. ഇനി ബോർഡ് അങ്ങനെ കൊടുക്കില്ല എന്ന സൂചന കിട്ടുന്നത് എങ്ങനെയാണ്? മേൽശാന്തി നിയമനവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് പോലും തന്ത്രി വരേണ്ടതില്ല എന്ന നിലപാട് നിലവിൽ ബോർഡ് എടുത്തിരിക്കുന്നു. ബോർഡ് വളരെ ബോൾഡായ ഒരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അത് ബോൾഡ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് റിസ്ക് ഉണ്ട്. അതിന് വിശ്വാസപരമായ റിസ്ക് ഉണ്ട്, ആചാരപരമായ റിസ്ക് ഉണ്ട്. ഈ അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ആ തീരുമാനം എടുത്തിരിക്കുന്നത്. ഇനി ഇപ്പോൾ ഈ KS രാധാകൃഷ്ണന്റെ പോസ്റ്റാണല്ലോ ഇതുമായി ബന്ധപ്പെട്ട്, ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഈ
തന്ത്രി പോറ്റി ബന്ധമാണ് ഈ കേസുകളിലേക്ക് തന്ത്രിയെ വലിച്ചിഴയ്ക്കാനുണ്ടാകുന്ന അല്ലെങ്കിൽ അദ്ദേഹം ഉൾപ്പെടാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. അതിൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ മൊഴി എന്ന് പറയുന്നത് പോറ്റിയെ ശബരിമലയിൽ കണ്ടുള്ള പരിചയം മാത്രമാണ് എന്നതാണ്. 2007 ഈ സഹശാന്തി എന്ന നിലയ്ക്ക് പോറ്റി അവിടെ വരുന്നത്. പക്ഷേ 2004 മുതൽ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു എന്നതാണ് ചിത്രങ്ങളടക്കം പിന്നീട് പുറത്തു വരികയും ചെയ്തത്. പക്ഷേ പോറ്റി തന്ത്രിയുടെ മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നതായി കണ്ടുവെന്ന് ഗോവർദ്ധനൻ ഇതേ SITക്ക് മൊഴി നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിനപ്പുറത്തേക്കുള്ള പരിചയങ്ങളുണ്ട് എന്ന വിവരം SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഗൂഢാലോചനയിൽ പങ്കാളിയായെന്നാണ് റിമാൻഡ് റിപ്പോർട്ട് പറയുന്നത്. പക്ഷേ ഈ റിമാൻഡ് റിപ്പോർട്ടും ഈ മൊഴികളും ഒക്കെ ഉണ്ടായിരുന്നപ്പോഴും കൊല്ലം കോടതി എന്താണ് പറയുന്നത്? എവിഡൻസിന്റെ ഒരു തരി പോലും തന്ത്രിക്കെതിരെ ഇല്ല എന്ന് പറഞ്ഞു. പിന്നീട് ആ പരാമർശം SITയുടെ ആവശ്യപ്രകാരം മേൽക്കോടതി നീക്കുകയാണ് ചെയ്തത്. പക്ഷെ അങ്ങനെ ഒരു പരാമർശമാണ് അവിടെ നിന്നുണ്ടായത്. എന്തുകൊണ്ടാണ് മേൽക്കോടതി ആ പരാമർശം റദ്ദാക്കിയത്? എന്തെങ്കിലും ഒരു തെളിവ് കണ്ടതുകൊണ്ടല്ല, മറിച്ചത് ആ കേസിന്റെ മെറിറ്റിനെ ബാധിക്കുന്നത് കൊണ്ടാണ്. കാരണം ഒരു തെളിവ് പോലും കണ്ടെത്തിയില്ല എന്നൊരു കോടതി പരാമർശം ഉണ്ടെങ്കിൽ പിന്നെ അവിടെ വിചാരണയ്ക്ക് സാധുതയില്ല എന്നതുകൊണ്ട് മെറിറ്റിനെ ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് കോടതി ആ പരാമർശം നീക്കിയത്. അങ്ങനെ ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇനി ഇതിനിടയിൽ വലിയ വിവാദമായ മറ്റൊരു കാര്യമുണ്ടായിരുന്നു. അത് പഴയ വാജിവാഹനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. തന്ത്രി തന്ത്രവിദ്യ അനുസരിക്കേണ്ടുന്ന ആളാണ് എന്നാണ് വെപ്പ് എങ്കിൽ ഈ ഓരോ ക്ഷേത്രങ്ങളിലും വീണ്ടും കൊടിമരവും വാജിവാഹനവും ഒക്കെ പ്രതിഷ്ഠിക്കുന്ന സമയത്ത് മുൻപുണ്ടായിരുന്ന വാജിവാഹനം എങ്ങനെ പിന്നീട് കൈകാര്യം ചെയ്യണമെന്നത് സംബന്ധിച്ച് കൃത്യമായി താന്ത്രിക സമൂഹത്തിൽ തീരുമാനങ്ങളുണ്ട്. അത് ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. ഈ വിവാദങ്ങൾക്കൊക്കെ മുമ്പ് താന്ത്രിക സമൂഹത്തിൽ വാജിവാഹനം തന്ത്രി കൈവശം വെക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ ഉണ്ടായി. അത് തടിയിലുണ്ടാക്കിയ വാജിവാഹനമാണെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ലോഹത്തിലുള്ള വാജിവാഹനമാണെങ്കിൽ അത് പിന്നീട് ദേവന് പുനരുപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ മാറ്റേണ്ടതാണ്, അല്ലെങ്കിൽ അത് കത്തിച്ചു കളയേണ്ടതാണ് തുടങ്ങി ഓരോ ഇപ്പം ലോഹമാണെങ്കിൽ കല്ലാണെങ്കിൽ അതല്ല മരമാണെങ്കിലൊക്കെ അത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് താന്ത്രിക സമൂഹത്തിനിടയിൽ ചർച്ചയുണ്ടായി. പക്ഷെ അതൊന്നും കണക്കിലെടുക്കാതെയാണ് അത് തന്ത്രി സൂക്ഷിക്കുകയും പിന്നീട് അത് തിരികെ കൊടുക്കുകയും ചെയ്തത് എന്നതൊക്കെയും നമ്മൾ പരിഗണിക്കേണ്ടതാണ്. ഇനി KS രാധാകൃഷ്ണന്റെ പോസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ KS രാധാകൃഷ്ണന്റെ പോസ്റ്റിൽ വളരെ അദ്ദേഹം വലിയ വിമർശനമൊക്കെയാണ് ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷെ അതിൽ വസ്തുതാപരമായ ചില പിശകുകളും കൂടിയുണ്ട്. ഒന്ന്, അദ്ദേഹം വലിയ അതായത് ഏറ്റവും പ്രാഥമികമായി അദ്ദേഹം ആവശ്യപ്പെടുന്ന കാര്യം താഴ്മൺ തന്ത്രിസ്ഥാനം ഒഴിയണം എന്നുള്ളതാണ്. ആ കുടുംബത്തിന് അങ്ങനെ തന്ത്രിസ്ഥാനം ഒഴിയാൻ ആചാരപരമായി കഴിയുമോ എന്നൊരു പ്രശ്നമുണ്ട്. കാരണം അതൊരു വ്യക്തിക്കെടുക്കാൻ കഴിയുന്ന തീരുമാനമല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ആ കുടുംബത്തിന് കാരായ്മയായി കിട്ടിയ അവകാശമാണ്. ഒരു വ്യക്തി, ഒരു തന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് എടുക്കാൻ കഴിയുമോ എന്ന കാര്യം അദ്ദേഹത്തിന് മാത്രമായി തീരുമാനിക്കാൻ കഴിയുന്നതല്ല. അതിന് നിയമം വ്യവസ്ഥ ചെയ്യുന്ന മറ്റൊരു കാര്യമുണ്ട്. നേരത്തെ രാജരാജവർമ്മ തന്നെ പറഞ്ഞതാണ്, 2019 സുപ്രീം കോടതിക്ക് മുന്നിൽ നിർദ്ദേശമുണ്ട്, വിദഗ്ധരുടെ ഒരു അഡ്വൈസറി ബോഡിയെ ശബരിമലയുമായി ബന്ധപ്പെട്ട് നിയമിക്കണം എന്നുള്ളത്. ഈ വക കാര്യങ്ങൾ വരുന്ന സമയത്ത് രാഷ്ട്രീയ അഭിപ്രായങ്ങൾക്കും പൊതുസമൂഹത്തിലുള്ളവരുടെ അഭിപ്രായങ്ങൾക്കും അപ്പുറത്ത് കൃത്യമായ ജ്ഞാനമുള്ള ആളുകൾക്ക് തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു ബോഡി അവിടെ ഉണ്ടാകണമെന്നത് 2019 സുപ്രീം കോടതി പറഞ്ഞിട്ട് ഈ നിമിഷം വരെയും സാധ്യമായിട്ടില്ല. എങ്കിൽ അത് താല്പര്യ സംരക്ഷണത്തിന്റെ പേരിലാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അങ്ങനെ ഒരു ബോഡി അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ താഴ്മൺ കുടുംബം ഈ തന്ത്രിസ്ഥാനത്ത് തുടരണമോ എന്ന കാര്യത്തിൽ അവർക്ക് അഭിപ്രായങ്ങൾ പറയാമായിരുന്നു. അതിന് പൊതുസമൂഹത്തിൽ കൂടുതൽ സ്വീകാര്യത കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ KS രാധാകൃഷ്ണൻ പറഞ്ഞ കാര്യത്തിൽ മറ്റൊരു പ്രശ്നമുണ്ട്. അത് ഈ തന്ത്രി മോഹനർ ജയിലിൽ പോയി ക്രിമിനൽ കേസിൽ വിചാരണ നേരിട്ടു എന്നുള്ളതാണ്. ആ കേസിൽ അദ്ദേഹം വാദിയാണ്, അദ്ദേഹം ജയിലിൽ പോയിട്ടില്ല. അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉപാധ്യക്ഷ സ്ഥാനത്ത് ഇരുന്നുകൊണ്ടൊരു പോസ്റ്റ് ഇടുമ്പോൾ ഇത്രയും നേരം, ഇപ്പോൾ ഇദ്ദേഹം ഈ പോസ്റ്റ് ഇട്ടിട്ട് ഒരു ദിവസം പിന്നിടുന്നു, ഇത്രയും നേരം കഴിയിട്ടും അത് തിരുത്തണം. അതിൽ വസ്തുതാപരമായ പിശക് ആവശ്യം തിരുത്തണമെന്നല്ല ഞാൻ പറയുന്നത്, അത് അദ്ദേഹത്തിന് ഉന്നയിക്കാം. അതിൽ വസ്തുതാപരമായ ഒരു പിശക് ഉണ്ടാവുകയും അത് നിരവധി പേർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ട് അത് തിരുത്താതിരിക്കുന്നതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്ത രാഹിത്യമുണ്ട് എന്ന് പറയേണ്ടി വരും എന്നത് പ്രധാനമാണ്. പിന്നെ ഈ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹം വസ്തുതാപരമായ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പിശകുള്ള ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പലതും ആ പോസ്റ്റിലുമുണ്ട്. ഇനി ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ട് BJP എടുത്ത നിലപാടും പ്രത്യേകമാണ്. അത് വ്യക്തിപരമായൊരു അഭിപ്രായം എന്ന നിലയ്ക്ക് എടുക്കണമെന്നാണ്. എങ്ങനെയാണ് ഒരു പാർട്ടിയുടെ ഉപാധ്യക്ഷൻ പറയുന്ന ഒരു കാര്യത്തെ വ്യക്തിപരമായി പറയുക? അങ്ങനെയാണെങ്കിൽ ഇന്ന് അധ്യക്ഷൻ അതിനെ വ്യക്തിപരമായ അഭിപ്രായമായി കാണണം എന്ന് പറഞ്ഞതും വേണമെങ്കിൽ നമുക്ക് വ്യക്തിപരമായ രാജീവ് ചന്ദ്രശേഖരന്റെ വ്യക്തിപരമായ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു എന്ന് പറയാമല്ലോ. ഇതേപോലെ പൊതുസമൂഹത്തിന് മുന്നിൽ ഉപാധ്യക്ഷൻ പറഞ്ഞൊരു അഭിപ്രായത്തെ എങ്ങനെയാണ് വ്യക്തിപരമായ അഭിപ്രായമായി കാണുക എന്നത് പ്രശ്നമുണ്ട്. നോക്കിപ്പോൾ നമ്മൾ കുത്തക എന്ന വാക്ക്, തന്ത്രിസ്ഥാനം കുത്തകയാണോ? കുത്തക എന്നത് ഒരു രാഷ്ട്രീയ വാക്കാണ് അല്ലേ? അത് ഉപയോഗിക്കപ്പെട്ട കാലം ഏതാണ്? ആ കാലത്തിനും എത്രയോ കാലം മുമ്പുള്ളതാണ്. അയ്യപ്പ വിശ്വാസം എന്നതൊരു പ്രശ്നമാണ്. അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിഷ്ഠകളും രൂപപ്പെട്ടത് ഈ വാക്കൊക്കെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതിനും ഏറെക്കാലം മുമ്പാണ്, അല്ലെങ്കിൽ അളക്കാനാകാത്ത കാലം മുമ്പാണ് എന്നതുകൂടി നമ്മൾ വിചാരിക്കേണ്ടതുണ്ട്. ശബരിമലയിലുള്ളത് നിയമങ്ങളാണോ കീഴ്വഴക്കങ്ങളാണോ എന്ന കാര്യത്തിൽ തർക്കമുണ്ട്. നേരത്തെ ശ്രീ രാജരാജവർമ്മ പറഞ്ഞതുപോലെ തന്നെ അവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കേണ്ടത് എന്ന് പറഞ്ഞത് ഏതെങ്കിലും ഒരു ഹൈന്ദവ നിയമപ്രകാരമല്ല.
അത് അയ്യപ്പൻ തന്നെ അവിടെ കുടിയിരിക്കുന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങളാണ്. എൻ്റെ അടുത്തേക്ക് ഇന്ന ആളുകളാണ് വരേണ്ടത്, ഇന്ന ആളുകൾ ഈ ദിവസങ്ങളിൽ മാത്രം വന്നാൽ മതി, ഇന്ന ദിവസങ്ങളിൽ മാത്രമാണ് അവിടെ ഈ പറയുന്ന കാര്യങ്ങൾ നടക്കേണ്ടത് എന്നൊക്കെ അതിൽ നേരത്തെ നമ്മൾ അല്ലാതെ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഈ പൂജകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതും പക്ഷേ വിശ്വാസികൾക്ക് ആശ്രയിക്കാൻ കഴിയുന്നത് പോലെ ദേവപ്രശ്നവുമായി നടത്തിയിട്ടൊക്കെ ആണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ അവിടെയുള്ളത് കീഴ്വഴക്കങ്ങളാണ്. അത് അയ്യപ്പൻ പറഞ്ഞുവെന്ന് അയ്യപ്പ വിശ്വാസികൾ വിചാരിക്കുന്ന നിയമങ്ങളും കീഴ്വഴക്കങ്ങളുമാണ്. ഞാൻ നിയമങ്ങൾ എന്ന വാക്ക് അധികം ഉപയോഗിക്കാത്തതിന്റെ കാര്യം അത് ലിഖിതമല്ല എന്നതുകൊണ്ടാണ്. പറഞ്ഞതിൻപടി കൊട്ടാരമടക്കം തന്ത്രി കുടുംബമടക്കം അവിടെയുള്ള മേൽശാന്തിമാരടക്കം നിർവഹിച്ചു വരുന്നു എന്നുള്ളത് കൊണ്ടാണ് അതൊരു കീഴ്വഴക്കം എന്ന നിലയിൽ പറഞ്ഞത്. വിശ്വാസത്തിനും അന്ധവിശ്വാസത്തിനും ഇടയിലുള്ള വേർതിരിവെന്ന് പറയുന്നത് ഒരു നൂൽവണ്ണം മാത്രമാണ് എന്നതുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അവിടെ ഈ പറയുന്ന മാറ്റങ്ങൾ ഭരണഘടനാപരമായി നടപ്പിലാക്കണമെങ്കിൽ കൃത്യമായി വിശ്വാസമടക്കം വിശദമാക്കിയതിനു ശേഷവും വിശദീകരിച്ചതിന് ശേഷവും വിസ്താരം ചെയ്തതിനു ശേഷം മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്നതാണ്. അങ്ങനെ രാജ്യത്തിന്റെ പരമോന്നത കോടതി വിധി പറഞ്ഞൊരു കാര്യം പോലും നടപ്പിലാകാത്തൊരമ്പലവുമാണ് അത് എന്നതും കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതിനുശേഷം കോടതി ആ വിധി സ്റ്റേ ചെയ്തിട്ടൊന്നുമല്ലല്ലോ അതിപ്പോഴും അവിടെ നടപ്പിലാകാത്തത്. അങ്ങനെ പ്രത്യേക സാഹചര്യങ്ങളുള്ള ഒരിടത്ത് വിശ്വാസികളെ, പ്രത്യേകിച്ചും വിശ്വാസത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ തയ്യാറെടുത്തിരിക്കുന്ന ആളുകൾ കൂടി ഉള്ള ഇടത്തു കൂടിയാണ് എന്നത് ശ്രദ്ധിച്ച് മാത്രം നിലപാടുകൾ എടുക്കാൻ കഴിയുന്നതാണ്. ഒരാളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒന്നല്ല അവിടുത്തെ ഒരു വിശ്വാസവും, തദ്രയുടെ സ്ഥാനം എന്നുള്ളതല്ല, അവിടുത്തെ ഒരു വിശ്വാസവും എന്നതാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് സുപ്രീം കോടതി നിർദ്ദേശിച്ച അഡ്വൈസറി ബോർഡ് നടപ്പിലാക്കാൻ കഴിയുക എന്നതാണ്. ആ തീരുമാനം എടുക്കാൻ കഴിയുന്നത് സർക്കാരിനാണ്. അത് ചെയ്യുകയാണെങ്കിൽ പരിഹാരമുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തന്ത്രിസ്ഥാനം കുത്തകയാണോ എന്നുള്ളതാണ് ചോദ്യം. ഒരു കുത്തകയും നമ്മുടെ ജനാധിപത്യ കാലത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാവട്ടെ, അത് വിശ്വാസത്തോടു കൂടിയുള്ളതാവട്ടെ, പാരമ്പര്യത്തോടു കൂടിയുള്ളതാവട്ടെ. യഥാർത്ഥത്തിൽ ഈ നമ്മൾ ധർമ്മശാസ്താവിനെ കുറിച്ചൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. ധർമ്മസ്യ ശാസനകർത്ത ഇതി ധർമ്മശാസ്ത്ര എന്നാണ്. എന്ന് പറഞ്ഞാൽ ധർമ്മം ആചരിക്കുന്നതാണ് ധർമ്മശാസ്താവിൻ്റെ വിശ്വാസികളാണെങ്കിലും തന്ത്രി വിദ്യ പഠിക്കുന്നവരാണെങ്കിലും ഒക്കെ ധർമ്മശാസ്താവിനെ പരിപാലിക്കുന്നവരുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ എന്താ പ്രശ്നം? ധർമ്മശാസ്ത്രം അനുസരിക്കാത്ത മനുഷ്യരാണ് നിലവിൽ 2 തന്ത്രിമാർ എന്നുള്ള വിഷയമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ മോഹൻ്റെ കണ്ട്രി കാര്യം, മോഹൻ്റെ കണ്ട്രി ശരിയാണ്, ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടില്ല. പക്ഷേ മോഹൻ്റെ കണ്ട്രി എന്തിനാണ് ഈ ശോഭാ ജോണിൻ്റെ ഫ്ലാറ്റിൽ പോയത്? ശോഭാ ജോൺ ആരായിരുന്നു? ഒരു സെക്സ് റാക്കറ്റിലെ ഒരു ഇടനിലക്കാരിയായ ശോഭാ ജോൺ എന്ന് പറയുന്ന കുപ്രസിദ്ധയായ ഒരു വനിതയുടെ വീട്ടിൽ, ഒരു ഫ്ലാറ്റിൽ ഈ തന്ത്രിയായ മോഹൻ്റെ കണ്ട്രി പോവുക, അവിടെ വെച്ച് ബച്ചു റഹ്മാൻ അടക്കമുള്ള ആളുകൾ വരിക. അങ്ങനെ ഒരു കൂട്ടത്തിനോടൊപ്പം എങ്ങനെയാണ് ഈ ശബരിമലയിലെ തന്ത്രിസ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ എത്തുക എന്നുള്ളതാണ്. 27.5 പവനങ്ങാണ്ട് സ്വർണ്ണമാണ് അന്ന് അടിച്ചുകൊണ്ട് പോകുന്നത്. വലിയ രീതിയിൽ അന്ന് ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെടുന്നു, നഗ്നനായി നിർത്തി ചിത്രമെടുക്കുന്ന അവസ്ഥയിലേക്ക് കൂടി എത്തുന്നു. നോക്കൂ, ധർമ്മം അനുശാസിക്കുന്ന ഒരാൾ എന്ന നിലയിൽ നിന്ന് മോഹൻ്റെ കണ്ട്രി മാറി. പക്ഷെ അതിനേക്കാളേറെ ഞെട്ടൽ എന്താണെന്ന് വെച്ചാൽ, നേരത്തെ പിയാസുങ്ങൾ പറഞ്ഞതുപോലെ അന്ന് ജസ്റ്റിസ് KS പരിപൂർണനും തുളസീദാസും കൂടി ചേർന്ന് ഈ മോഹൻ്റെ കണ്ട്രിയെ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. മോഹൻ്റെ കണ്ട്രിയെ ചോദിക്കുന്നുണ്ട്, ഗായത്രി മന്ത്രം അറിയാമോ? അറിയില്ല. സംസ്കൃതം ആദ്യം പലതും ചോദിക്കുന്നുണ്ട്. സംസ്കൃതം അറിയാം, ആദ്യം പലതും ചോദിക്കുന്നുണ്ട്. സംസ്കൃതത്തെ കുറിച്ച് അറിയില്ല. അയ്യപ്പനുമായി ബന്ധപ്പെട്ട വന്ദന ശ്ലോകമുണ്ട്. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാ പരരക്ഷ മഹാബാഹു എന്നൊക്കെ പറയുന്ന വന്ദന ശ്ലോകമാണ്. അത് അറിയാമോ? അത് അടിസ്ഥാനമായൊരു അയ്യപ്പ ഭക്തൻ അറിഞ്ഞിരിക്കേണ്ട മിനിമം വന്ദന ശ്ലോകങ്ങളിൽ ഒന്നാണ്. ആ വന്ദന ശ്ലോകത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് വലിയ പിടിയില്ല. അപ്പോൾ ഇതൊന്നും അറിയാതെ താങ്കൾ എന്ത് തന്ത്രീയ വിദ്യയാണ് ചെയ്തത്? അപ്പോൾ പറഞ്ഞു, ഞാൻ തന്ത്രവിദ്യ പഠിച്ചിട്ടില്ല. തന്ത്രവിദ്യ പഠിക്കാതെയാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ്? അത് താഴ്വൺ കുടുംബത്തിൻ്റെ പാരമ്പര്യമായി കിട്ടിയ അവകാശത്തെ തുടർന്നാണ് ഞാൻ അവിടുത്തെ തന്ത്രിയായത്. അപ്പോൾ നമുക്കതിൻ്റെ ചരിത്രം നോക്കണം. നോക്കൂ, തന്ത്രവിദ്യ പഠിക്കാതെ, സംസ്കൃതം പഠിക്കാതെ, ഇതുമായി ബന്ധപ്പെട്ട ഒരു വന്ദന ശ്ലോകം പോലും അറിയാതെ, ഗായത്രി മന്ത്രം അറിയാതെ, ഭാഗ്യസൂക്തം അറിയാതെ ശബരിമല സന്നിധാനത്ത് തന്ത്രിയായിരുന്ന ആളാണ് മോഹൻ്റെ കണ്ട്രി എന്നുള്ളതാണ് രണ്ടാമത്തെ ഏറ്റവും ഗുരുതരമായ പ്രശ്നം. അതിനെ തുടർന്നാണല്ലോ തന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കുന്നത്. തന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കുകയാണ് ചെയ്തത്, സ്വയമൊഴിയുകയല്ലേ ചെയ്തത്. അപ്പോൾ എന്തുകൊണ്ടാ? അപ്പം തന്ത്രിയാകാനുള്ള മിനിമം താന്ത്രിക വിദ്യ അറിയില്ല എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെ ആ മോഹൻ്റെ കണ്ട്രിയെ മാറ്റുന്നു. മോഹൻ്റെ കണ്ട്രിയെ മാറ്റിയാണ് രാജീവ് കണ്ട്രി വരുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അതിൻ്റെ ഈ ചരിത്രം നേരത്തെ മാധു സൂചിപ്പിച്ചതാണ്. വളരെ കൗതുകകരമായ ചരിത്രമാണ് കേട്ടോ. ഈ താഴവണ്ടിൻ്റേതാണെങ്കിലും തരണല്ലൂരിൻ്റേതാണെങ്കിലും ഉള്ളത്. പ്രേക്ഷകർക്കറിയാം, തുളു നാട്ടിൽ നിന്ന്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്, ആന്ധ്രയിൽ നിന്ന്, കർണാടകയിൽ നിന്ന് ഒക്കെയായിട്ട് ബ്രാഹ്മണരെ ഈ പരശുരാമൻ കൊണ്ടുവരുന്നു. അങ്ങനെ പരശുരാമൻ കൊണ്ടുവരുമ്പോൾ ഈ തരണല്ലൂരിനും താഴവണ്ടിയും ചരിത്രം
കൃഷ്ണാനദിയുടെ മുകളിലൂടെ കടന്നു വന്നവർ പിന്നീട് തരണല്ലൂരായിട്ട് മാറുന്നു. അടിത്തട്ടിലൂടെ കൃഷ്ണനദിയെ വകഞ്ഞു മാറ്റി വന്നവർ, താഴെക്കൂടെ വന്നവർ താഴമണ്ണായിട്ട് മാറുന്നു. അങ്ങനെ പരശുരാമൻ്റെ പരീക്ഷണം വിജയിച്ചവരാണ് ഈ രണ്ട് കുടുംബവും. അങ്ങനെ വന്നവരാണ് താഴമൺ കുടുംബം എന്നുള്ളതാണ് വെയ്പ്പ്. പക്ഷെ നോക്കൂ, നമ്മുടെ മുൻപിൽ ഒരു ചരിത്രവുമില്ല 1902 മുമ്പ് ശബരിമലയിലെ തന്ത്രി സ്ഥാനത്ത് താഴമൺ കുടുംബമായിരുന്നു എന്നുള്ളത്. മലയര വിഭാഗമായിരുന്നു എന്ന് അവർ പറയുന്നു. അതല്ല, കുഴിക്കാട്ടില്ലമാണെന്ന് മറ്റൊരു ഗ്രന്ഥം പറയുന്നു. പുതുമന ഇല്ലത്തിന് അവിടെ അവകാശമുണ്ടായിരുന്നുവെന്ന് മറ്റു ചിലർ പറയുന്നു. നമ്മുടെ മുന്നിൽ ഒരു റിട്ടൺ ആയിട്ട് പന്തളം കൊട്ടാരം പറയുന്നത് പക്ഷെ നോക്കൂ, അവിടെയും ഒരു വൈരുദ്ധ്യമുണ്ട് എന്നുള്ളതാണ്. ഞാൻ അതിൻ്റെ ചരിത്രം പറയാം. വളരെ രസകരമായ ചരിത്രമാണ്. ഇത് ഒരു മിത്താണ്. നമ്മളിപ്പോൾ പറഞ്ഞത് ചരിത്രമല്ല. പരശുരാമനുമായി ബന്ധപ്പെട്ടതും കൃഷ്ണാനദിയുടെ മുകളിലൂടെയും താഴേക്കൂടെയും നടന്നു എന്നൊക്കെ പറയുന്നതെല്ലാം ഒരു മിത്തിൻ്റെ ഭാഗമാണ്. പരശുരാമനെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടില്ലല്ലോ. ഇനി മിത്തിൽ നിന്ന് ചരിത്രത്തിലേക്ക് വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ വൈരുദ്ധ്യം സംഭവിക്കുന്നത്. അന്ന് യുവതീ പ്രവേശന വിവാദം ഉണ്ടാകുന്ന സമയത്ത് താഴമൺ തന്ത്രികുടുംബം ഒരു കത്തെഴുതി. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ BC 100ാമത്തെ വർഷമാണ് ഈ ശബരിമലയിൽ പരശുരാമൻ നേരിട്ട് ഞങ്ങൾക്ക് താന്ത്രികാവകാശം നൽകുന്നത് എന്ന് പറഞ്ഞു. കാലം ഓർമ്മിക്കണം, BC 100 എന്ന് പറഞ്ഞാൽ ക്രിസ്തു ജനിക്കുന്നതിനും 100 വർഷം മുമ്പ്. അവിടെയാണ് പ്രധാനപ്പെട്ട ഒരു വൈരുദ്ധ്യം കിടക്കുന്നത്. പന്തളം രാജകൊട്ടാരം ഉണ്ടായതിനു ശേഷമാണല്ലോ അയ്യപ്പൻ ഉണ്ടാവുക. കാര്യം വിശ്വാസമനുസരിച്ച് പന്തളം കൊട്ടാരമാണ് അയ്യപ്പൻ്റെ പിതൃസ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ പന്തളം കൊട്ടാരത്തിൽ പന്തളം രാജാവ് ഉണ്ടായിട്ട് വേണമല്ലോ ശബരിമലയിൽ അയ്യപ്പൻ ഉണ്ടാവുക. പന്തളം രാജാവും രാജകുടുംബം ഉണ്ടാവുന്നത് എപ്പോഴാണ്? AD 10ാം നൂറ്റാണ്ടിലാണ്. അപ്പോൾ AD 10ാം നൂറ്റാണ്ടിലുണ്ടാവുന്ന പന്തളം കൊട്ടാരത്തിനും ഏകദേശം 1000 വർഷങ്ങൾക്ക് മുമ്പാണ് പരശുരാമൻ താഴവൻ കുടുംബത്തിന് ശബരിമലയിൽ താന്ത്രിക അവകാശം നൽകിയെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? കാരണം പന്തളം കൊട്ടാരം വരാതെ അയ്യപ്പൻ വരാൻ പറ്റൂല. അതാണ് ചരിത്രത്തിലെ ഈ മിത്തും ചരിത്രവും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് അവിടെ കിടക്കുന്നത്. അപ്പോൾ താഴമൺ തന്ത്രി കുടുംബത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ആവശ്യം BC 100ാമത്തെ വർഷം ഞങ്ങൾക്ക് കിട്ടിയ അവകാശമാണിത്. പക്ഷേ പന്തളം കൊട്ടാരത്തിൻ്റെ ചരിത്രം നോക്കുമ്പോൾ 903 സ്ഥാപിച്ചു, 1100 മറ്റോ ആണ് അയ്യപ്പനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ചരിത്ര സമാനമായ കാര്യം കാണുന്നത് എന്നുള്ളതാണ്. അപ്പോൾ BC 100 എവിടെ കിടക്കുന്നു, AD 10ാം നൂറ്റാണ്ട് എവിടെ കിടക്കുന്നു? ഈ വലിയൊരു അന്തരമുണ്ട്, ചെറുതല്ല. നോക്കൂ, 10 നൂറ്റാണ്ടുകളുടെ വ്യത്യാസമുണ്ട് ഈ പറയുന്ന താഴമൺ കുടുംബത്തിന്റെ അവകാശവാദവും ചരിത്രത്തിന്റെ യാഥാർത്ഥ്യവും തമ്മിൽ. അപ്പോൾ അത് പൊരുത്തപ്പെട്ടു പോകില്ല. അപ്പോൾ മിനിറ്റ്, അതിനകത്തൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ താഴമൺ കുടുംബമോ അല്ലെങ്കിൽ കേരളത്തിന്റെ ഏതെങ്കിലും ഒരു ഏറെ പഴക്കമുള്ള ഒരു കുടുംബത്തിന്റെ ചരിത്രം എന്നൊക്കെ പറയുന്നത് രേഖപ്പെടുത്തി വെക്കുക എന്ന് പറയുന്ന ഒന്നല്ല, അത് വാമൊഴിയായി വരുന്നതാണ്. ഒരു മിനിറ്റ്, സ്വാഭാവികമായും അതിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷെ നമുക്ക് ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ നമുക്ക് ഇങ്ങനെ സാങ്കേതികമായി കാണാൻ കഴിയില്ല. ഇപ്പം മിത്ത് എന്ന് അങ്ങ് പറഞ്ഞു. നേരത്തെ AN ഷംസീർ അങ്ങനെ ഒരു പ്രയോഗം നടത്തിയപ്പോൾ ഇത് പരശുരാമൻ എന്ന് പറയുന്നത് ദശാവതാരത്തിൽ ഒന്ന് എന്ന് ഹിന്ദുക്കൾ വിശ്വസിക്കുന്നതാണ്. അത് അങ്ങയുടെ വാദം, അല്ലെങ്കിൽ എനിക്ക് വാദിക്കാവുന്ന ഒരു കാര്യം. പക്ഷെ വിശ്വാസികൾ അങ്ങനെയല്ല ധരിക്കുക. അതല്ല, രണ്ടും വളരെ കൃത്യമായി തന്നെ പറഞ്ഞു. മധു, ചരിത്രം എപ്പോഴാണ് ഉണ്ടാവുന്നത്? മനുഷ്യന്റെ ഇടപെടലിലാണ് ചരിത്രം ഉണ്ടാവുന്നത്. ചരിത്രത്തെ രേഖപ്പെടുത്താൻ മറ്റൊരാൾ വരുമ്പോഴാണ് ചരിത്രം ഉണ്ടാവുക. അതുവരെയുള്ളതെല്ലാം വിശ്വാസമാണ്. വിശ്വാസത്തെ ഞാൻ നിഷേധിക്കുന്നില്ല, മിത്തിനെ ഞാൻ നിഷേധിക്കുന്നില്ല. മിത്ത് മിത്തായി നിൽക്കുന്നു എന്നുള്ളതാണ് വിശ്വാസ സമൂഹം. ഇപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, അത് മറ്റൊരാൾക്ക് അങ്ങനെ പറയാനും കഴിയില്ല. മിത്ത് മിത്തായി നിൽക്കുന്നു. ചരിത്രത്തെ നിൽക്കുന്നത് എപ്പോഴാ? അത് രേഖപ്പെടുത്തുമ്പോഴാണ് ചരിത്രമാവുക. രേഖപ്പെടുത്താത്തതൊന്നും ചരിത്രമല്ല. അപ്പൊ രേഖപ്പെടുത്താത്തതായി നിൽക്കുന്നു. നമുക്ക് രേഖപ്പെടുത്തപ്പെട്ട ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട നിയമങ്ങൾ അനുസരിച്ച് വിശ്വാസത്തെ അളക്കാനും ബുദ്ധിമുട്ടില്ല. അവിടെയാണ് പ്രശ്നം. അത് മിത്തായിട്ട് തന്നെയാണ് നിൽക്കുക. മിത്ത് മിത്താണ്, ചരിത്രം ചരിത്രമാണെന്ന് തന്നെ പറയണം. അത് മിത്ത് എന്നല്ല, വിശ്വാസം എന്നാണ് വിശ്വാസികൾ പറയുക. അപ്പൊ പിന്നെ എങ്ങനെ അത് ചരിത്രത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ലയോ? അതാണ് പറയുന്നത്, അത് വിശ്വാസം എന്നാണ് പറയുക. വിശ്വാസമല്ലേ മിത്തിന്റെ ഭാഗമല്ലേ വിശ്വാസം? അങ്ങനെയല്ല വിശ്വാസികൾ ധരിക്കുക. നോക്കൂ, ഇപ്പം അല്ല, ഒന്നുകിൽ മിത്ത് അല്ലെങ്കിൽ ചരിത്രം എന്ന നിലയ്ക്ക് നമുക്കൊരു ബൈനറിയിൽ അതിനെ കാണാൻ കഴിയില്ല. അങ്ങേക്കുണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞോളൂ. എന്റെ കാഴ്ചപ്പാടിൽ അങ്ങയുടെ കാഴ്ചപ്പാട് പറയൂ. ചരിത്രവും മിത്തും തമ്മിൽ കൃത്യമായ ബൈനറി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മിത്തിനെ മിത്തായിട്ട്. ഇത് അങ്ങയുടെ കാഴ്ചപ്പാട് പറയാനുള്ള അവസരമാണ്, പറഞ്ഞോളൂ. ചരിത്രത്തെ ചരിത്രമായും കാണണം. എന്റെ കാഴ്ചപ്പാടിൽ താഴമൺ തന്ത്രി കുടുംബം പറയുന്നത് മിത്തിക്കലാണ്. എന്നാൽ നമ്മുടെ മുന്നിൽ പന്തളം കൊട്ടാരവുമായിട്ടുള്ളത് കുറച്ചുകൂടി ഹിസ്റ്റോറിക്കലാണ്. പന്തളം കൊട്ടാരം നമ്മുടെ ഒരു കുടുംബം ഉണ്ടാവുന്നത്, ആ കുടുംബം 1820 വരെ 19ാം നൂറ്റാണ്ട് വരെ നിന്നെന്ന് പറയുന്നത് മിത്തല്ല, ദാറ്റ്സ് എ ഹിസ്റ്ററി. എന്നാൽ പരശുരാമൻ കൃഷ്ണാനദിയുടെ മുകളിലൂടെ പരീക്ഷണം നടത്തി എന്ന് പറയുന്നത് ദാറ്റ്സ് എ മിത്ത്. എന്തിനേറെ നമ്മൾ താന്ത്രിക വിധി പ്രകാരം പറയുമല്ലോ, ഈ തന്ത്രസമുച്ചയം കേട്ടിട്ടുണ്ടല്ലോ. തന്ത്രസമുച്ചയം എഴുതുന്നത് ഏത് വർഷമാണ്? തന്ത്രസമുച്ചയം ഒരു മിത്തല്ല.
തന്ത്രസമുച്ചയം എന്ന് പറയുന്നത് വിശ്വാസ പ്രമാണമാണ്. ആ വിശ്വാസ പ്രമാണം, പൂജാ വിശ്വാസ പ്രമാണം എഴുതുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? 14-ാം നൂറ്റാണ്ടിലാണ്. ഡോക്ടർ അരുൺകുമാർ, എല്ലാ മതവിശ്വാസങ്ങളുമായും ബന്ധപ്പെട്ടും നമുക്ക് ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ കഴിയാത്ത വിശ്വാസങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ യേശുക്രിസ്തു കടലിന് മുകളിലൂടെ നടന്നു എന്ന കഥയുണ്ട്. 5 അപ്പം കൊണ്ട് 5000 പേർക്ക് കൊടുത്തു എന്ന കഥയുണ്ട്. നമുക്ക് അങ്ങനെ വിശ്വാസങ്ങളെ അളക്കാൻ കഴിയില്ല. എനിക്ക് നിർബന്ധമല്ല, ഞാനത് കാഴ്ചപ്പാടിന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറഞ്ഞതാണ്. മിത്തായിട്ടും ഹിസ്റ്ററി ആയിട്ടും കാണൂ, ചരിത്രത്തെ ചരിത്രമായിട്ട് കാണൂ. ഇതിന് രണ്ടിനും അപ്പുറത്താണ് വിശ്വാസം. അതിന്റെ രണ്ടിന്റെയും അപ്പുറത്താണ് വിശ്വാസം എന്ന് പറയുന്നത്. അല്ല, വിശ്വാസികൾ തങ്ങൾ വിചാരിക്കുന്നതെല്ലാം ഒരു മിത്താണ് എന്ന് വിചാരിക്കുന്നില്ല. ഞാനിപ്പോ വിശ്വസിക്കുകയാണ്, പണ്ട് ബന്ദാക്ഷ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഭൂമിയുടെ ആകർഷണ വലയത്തിന് പുറത്തൊരു കപ്പ് കറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് വിശ്വാസമാണോ? അങ്ങനെ വിശ്വാസമുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കാനുള്ള അവകാശം കൂടി ഇവിടുത്തെ ഭരണഘടന നൽകുന്നുണ്ട്. പക്ഷേ നോക്കൂ, അത് വിശ്വസിക്കാതിരിക്കാനുള്ള അവകാശവും സയന്റിഫിക് ടെമ്പർമെന്റിന്റെ ഉത്തരവാദിത്വവും അതേ ഭരണഘടന നൽകുന്നു. തീർച്ചയായും. പക്ഷേ വിശ്വാസത്തെ എതിർത്ത് സംസാരിക്കാനുള്ള അവകാശം ഭരണഘടന നൽകുന്നില്ല. വിശ്വാസത്തെ എതിർത്ത് സംസാരിക്കാം എപ്പോ? ഭരണഘടനയിൽ തന്നെ ആർട്ടിക്കിൾ 25 പ്രകാരം അത് മനുഷ്യാവകാശത്തിൽ ലംഘിക്കുമ്പോൾ. അല്ല, ഇതിപ്പോ ഈ തന്ത്രി കുടുംബവുമായി ബന്ധപ്പെട്ട് എന്ത് മനുഷ്യാവകാശ ലംഘനമാണ്? അതാണ് ഞാൻ പറയാൻ വരുന്നത്. കേട്ടോളൂ. അപ്പൊ ചരിത്രത്തിന് വിരുദ്ധമാണ് ഈ താഴമൺ തന്ത്രി കുടുംബത്തിന്റെ മിത്തിക്കലായിട്ടുള്ള ആർഗ്യുമെന്റ് എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ വാദം. അതിന്റെ രണ്ടാമത്തെ തെളിവ് പറയാം. മാധു പറഞ്ഞതുപോലെ വിശ്വാസ പ്രമാണങ്ങളും പൂജയും ഒക്കെ രേഖപ്പെടുത്തിയ തന്ത്രസമുച്ചയം എഴുതുന്ന ചേന്നാസ് തന്ത്രസമുച്ചയത്തിൽ താഴമൺ കുടുംബത്തെക്കുറിച്ച് പരാമർശമില്ല. എന്താ താഴമൺ കുടുംബത്തെക്കുറിച്ച് പരാമർശമില്ലാതെ പോയത്? 14-ാം നൂറ്റാണ്ടിൽ താഴമൺ കുടുംബം ശബരിമലയിൽ പൂജ ചെയ്തിരുന്നു എന്നുള്ളതിന് ഒരു പരാമർശവും ഈ പറയുന്ന തന്ത്രസമുച്ചയത്തിലില്ല. അപ്പോൾ BC 100 എന്നുള്ളൊരു കാലഘട്ടം അവിടെ നിൽക്കുന്നു. ഇനി ചരിത്രമുണ്ട്. ചരിത്രം നമുക്ക് പറഞ്ഞു പോവാം. 1902 ശബരിമലയിൽ തീപിടിച്ചു. ചരിത്രമാണ്, വിശ്വാസവും മിത്തമല്ല. 1902 തീപിടിച്ചതിന് ശേഷം അതിന് പുനഃപ്രതിഷ്ഠ നടക്കുന്നുണ്ട്. നടത്തുന്നവരാണ് പ്രഭാകർ കണ്ഠർ എന്ന് പറയുന്ന താഴ്മൺ കുടുംബത്തിലെ മുതിർന്ന തന്ത്രിയാണ്. ആദ്യത്തെ പുനഃപ്രതിഷ്ഠ നടത്തുന്നു. അതിനുശേഷം 1950 വീണ്ടും തീപിടിക്കുന്നു. 1950 ആകുമ്പോഴേക്കും പക്ഷേ നോക്കൂ, അത് പന്തളം കൊട്ടാരത്തിൽ നിന്ന് തിരുവിതാംകൂർ രാജകുടുംബത്തിൽ നിന്ന് ഒരു കവനന്റ് വഴി അത് സ്റ്റേറ്റിന്റെ ഭാഗമായി മാറി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉണ്ടാവുന്നു. എപ്പോൾ? 1950 ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയസ് വർഷിപ്പ് ആക്ട് അനുസരിച്ച്. അങ്ങനെയാ നമ്മുടെ നാട്ടിൽ ക്ഷേത്രങ്ങൾ ഭരിക്കുന്നത്. എങ്ങനെ? കൃത്യമായ കവനന്റിന്റെ അടിസ്ഥാനത്തിൽ, കൃത്യമായ റൂൾസിന്റെ അടിസ്ഥാനത്തിലാണ് ക്ഷേത്രഭരണം ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. പൂജാവിധിയാണെങ്കിൽ തന്ത്രസമുച്ചയ പ്രകാരം. അപ്പോൾ ഈ രേഖകളിലൊന്നും നിങ്ങളെ കാണാൻ സാധിക്കില്ല ഈ താഴ്മൺ തന്ത്രി കുടുംബത്തെ. പക്ഷേ കൺവെൻഷൻ അവിടെയുണ്ട്. ആ കൺവെൻഷൻ തുടങ്ങുന്നത് 1902 പ്രഭാകർ കണ്ഠർ, രണ്ടാമത് തീപിടിക്കുന്ന 1950 ശങ്കർ കണ്ഠർ രണ്ടാമത്തെ പുനഃപ്രതിഷ്ഠ നടത്തുന്നു. അത് പഞ്ചലോഹ വിഗ്രഹം. ഇപ്പോൾ നമ്മൾ കാണുന്ന ശബരിമലയിലെ അയ്യപ്പ വിഗ്രഹം. ഇതാണ് അതിൻ്റെ ചരിത്രം. അതിനും അപ്പുറത്തേക്കുള്ളൊരു ചരിത്രം ഈ കുടുംബത്തിനില്ല എന്നുള്ളതാണ്. അഥവാ ആ കുടുംബവുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തപ്പെട്ട ഒന്നിലും നമ്മൾക്ക് കാണാൻ കഴിയുന്നില്ല. അങ്ങനെ വരുമ്പോൾ നോക്കൂ, അവിടെയാണ് തന്ത്രി മഹേശ്വരി കണ്ഠരുടെയും കൃഷ്ണൻ കണ്ഠരുടെയും പിൻതലമുറയാണ് ഈ പറയുന്ന മോഹൻ കണ്ഠരും ഈ പറയുന്ന നമ്മുടെ രാജീവ് കണ്ഠരും. ഇനി അവരുടെ അടുത്ത തലമുറയിലേക്ക് അത് കൈമാറുകയാണ്. മോഹൻ കണ്ഠരാണെങ്കിൽ മഹേഷ് കണ്ഠറിലേക്ക് കൈമാറുന്നു, രാജീവ് കണ്ഠരാണെങ്കിൽ അത് ബ്രഹ്മദത്തൻ കണ്ഠറിലേക്ക് കൈമാറുന്നു എന്നുള്ളതാണ്. അവിടെയാണ് KS രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ തന്ത്രവിദ്യ അറിയാവുന്ന ആളുകൾക്ക് ശബരിമലയിലെ ഭാഗ്യസൂക്തം അറിയാവുന്ന, ഞാൻ വിശ്വസിക്കുന്നു ശബരിമലയിൽ താഴ്മൺ കുടുംബത്തിൽ നിന്നൊരു പ്രതിനിധി ഇതൊന്നും അറിയാതെ ശബരിമലയിൽ ശ്രീകോവിൽ ഇരിക്കുന്നതിനേക്കാൾ എത്രയോ 10 മടങ്ങ് ദൈവചൈതന്യം വിശ്വാസികൾക്ക് കിട്ടുക ഈ തന്ത്രവിധി പ്രകാരം ഇതൊക്കെ അറിയാവുന്ന ആളുകൾ പൂജ ചെയ്യുമ്പോഴാണ്. അപ്പോൾ വിശ്വാസം കൊണ്ട് മാത്രം കാര്യമില്ല, തന്ത്രവിദ്യ പഠിക്കണം. അപ്പോൾ എനിക്ക് വിശ്വാസമുണ്ട്, പാരമ്പര്യമുണ്ട്, കീഴ്വഴക്കമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തന്ത്രസമുച്ചയത്തിലെ തന്ത്രവിധി പ്രകാരമുള്ള എല്ലാ കൃത്യമായ കാര്യങ്ങളും പഠിച്ചിറങ്ങുന്ന ഒരാൾ അവിടെ കൃത്യമായി പൂജ ചെയ്യുമ്പോഴല്ലേ ദൈവചൈതന്യം ഉണ്ടാവുക. അങ്ങനെയാണ് എൻ്റെ വിശ്വാസം. അല്ല, അങ്ങനെയൊക്കെ നമുക്ക് വിശ്വസിക്കാം. മാത്രമല്ല അങ്ങനെ തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഈ പറയുന്ന പരിപൂർണൻ കമ്മീഷൻ ഈ കാര്യങ്ങൾ, അല്ല ഒരു മിനിറ്റ്, ഈ ഇന്റർവ്യൂ അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയതിനു ശേഷവും ഇതിലൊരു മാറ്റം അവിടെ വന്നിട്ടില്ല. എന്തുകൊണ്ടാണ്? അവിടെ അവിടെ മാറ്റം വരാത്ത കാര്യമുണ്ട്. അവിടെ മാറ്റം വരാത്തത് അന്ന് മോഹൻ കണ്ഠർക്ക് ശേഷം അവിടെ മറ്റൊരു തലമുറ അവിടെ ഉണ്ടായിരുന്നു. അത് ഏത് തലമുറയാണ്? നീലകണ്ഠരെ കൊണ്ടുവരാൻ പറ്റില്ല. കാര്യം നീലകണ്ഠരൊക്കെ മക്കൾ പെമ്മക്കളാണ്. പെമ്മക്കൾക്ക് ഈ പറയുന്ന തന്ത്രവിദ്യ നിഷിദ്ധമായിരുന്ന ഒരു കാലമായിരുന്നു. ഇപ്പോഴും നിഷിദ്ധമാണ്. പെൺകുട്ടികൾക്ക് പഠിക്കാൻ കഴിയില്ലല്ലോ, പുരുഷന്മാർക്ക് മാത്രമാണ് പഠിക്കുക. പക്ഷേ അതിലിപ്പോൾ ജാതി വിവേചനമില്ല, ഏത് വിധി പ്രകാരവും പഠിക്കാം. പക്ഷേ നോക്കൂ, ബ്രാഹ്മണ സമുദായത്തിൽ നിന്നല്ലാതെ മറ്റൊരാൾ തന്ത്രവിദ്യ പഠിച്ചാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ മാറേണ്ടതാണ് എന്നുള്ളതാണ് കാര്യം. അല്ല, ഇതിനൊക്കെ ഒരു പരിഹാരമേ ഉള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. അത് ഈ പറയുന്ന അഡ്വൈസറി ബോർഡിന്റെ രൂപീകരണമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ചുരുക്കത്തിൽ ഈ ഒന്ന് ധർമ്മശാസ്ത്രങ്ങൾ അറിയില്ല, രണ്ടാമത്തെ പൂജകൾ അറിയില്ല, പൂജാവിധി അറിയില്ല.
അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന കേസുകൾ ഏതൊക്കെയാ? ഇപ്പോൾ മോഹൻ ഖണ്ഡയുടെ കാര്യം ഞാൻ പറഞ്ഞു. രാജീവ് ഖണ്ഡയുടെ പേരിൽ വന്നിരിക്കുന്ന കേസുകൾ എന്തൊക്കെയാ? സാമ്പത്തിക ക്രമക്കേട് 430, BNS 406, വിശ്വാസവഞ്ചന 409, ദെൻ അധികാരത്തിൽ ഇരുന്നു കൊണ്ട് വിശ്വാസവഞ്ചന കാണിക്കുക 466, വ്യാജരേഖ ചമയ്ക്കുക 120B, ഗൂഢാലോചന ഉണ്ടാക്കുക 34, ഇതിൻ്റെ എല്ലാം കൂട്ടുത്തരവാദിത്വം, സ്വർണം മോഷ്ടിച്ചതിൻ്റെ. പിന്നെ വൈരുദ്ധ്യങ്ങളായ ഒരുപാട് കാര്യങ്ങൾ നേരത്തെ മാധു സൂചിപ്പിച്ചതിൽ പോറ്റിയെ അവിടെ വന്ന് കണ്ടറിയാമെന്ന് പറയുന്നു. അങ്ങനെയൊന്നുമല്ല. പോറ്റിയെ അവിടെ രണ്ടാമത് ശ്രീകോവിലേക്ക് കയറ്റിക്കൊണ്ട് പോകുന്നത് തന്നെ രാജീവ് ഖണ്ഡരാണ്. ചിത്രങ്ങളടക്കം ചിത്രങ്ങളെല്ലാം നമ്മുടെ മുന്നിൽ പുറത്തു വന്നിട്ടുണ്ട്. അപ്പം ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ അവിടെ കിടക്കുന്നു. 800ഓളം ക്ഷേത്രങ്ങളുടെ താന്ത്രിക അവകാശം താഴമൺ കുടുംബത്തിനുണ്ട്. 1 ഡസനിലധികം രാജ്യങ്ങളിൽ തന്നെ വിവിധ ക്ഷേത്രങ്ങൾ ഇവർ പൂജിക്കുന്നുണ്ട് എന്നുള്ളതാണ് ചരിത്രത്തിലെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വസ്തുത. ഡോക്ടർ അരുൺകുമാർ, ഈ പിതൃസ്ഥാനീയനാണ് എന്ന് പറയുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇന്നിപ്പോ തള്ളി പറയുന്നുണ്ട്. പന്തളം കൊട്ടാരം തള്ളി പറയുന്നുണ്ട്. 1949 കവനന്റ് അനുസരിച്ച് നിലവിൽ പന്തളം കൊട്ടാരം അതിന്റെ റിച്വലിസ്റ്റിക് ആയിട്ടുള്ള ഗാർഡിയൻഷിപ്പ് നിലനിർത്തുന്നുണ്ട്. അതിന്റെ പിതൃസ്ഥാന അവകാശം പന്തളം കൊട്ടാരത്തിനാണ്. ക്ഷേത്രവും അല്ല, അങ്ങനെയും കൂടിയല്ല. അതായത് അത് സ്വയംഭൂവായ വിഗ്രഹത്തിലേക്ക് ചൈതന്യം സ്വയം വന്നതാണ് എന്നതാണ് വിശ്വാസപ്രകാരം. അത് നിയമം. അപ്പൊ അവിടെ ഒരു പിതൃ സ്ഥാനം അവകാശപ്പെടാനില്ല എന്നതാണ്. അതിന് രക്ഷാകർതൃ സ്ഥാനമാണ്, പിതൃസ്ഥാനമല്ല. തിരുവാഭരണം സൂക്ഷിക്കുന്നത്, പന്തളത്തിന്റെ പ്രതിനിധി പോകുന്നത്, ഉടവാളുമായി പോകുന്നത്, ഇതെല്ലാം ഈ പറയുന്ന റിച്വലിൻ്റെ ഭാഗമായിട്ട് പന്തളം കൊട്ടാരത്തിന് കൽപ്പിച്ച് നൽകിയിരിക്കുന്ന അവകാശമാണ്. അത് റിച്വലിസ്റ്റിക് ആയിട്ട് അവർ തുടരുന്നു. അതിൻ്റെ ട്രസ്റ്റി സ്ഥാനത്ത് നിന്നുകൊണ്ട് അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നത് ദേവസ്വം ബോർഡാണ് എന്നുള്ളതാണ്. അപ്പോൾ ദേവസ്വം ബോർഡ് എടുക്കുന്ന ഒരു തീരുമാനമാണ് ഇക്കാര്യത്തിൽ ഫൈനലായിട്ട് വരേണ്ടത്. ദേവസ്വം ബോർഡ് ഇങ്ങനെയാണ് തീരുമാനിക്കുക. മാറ്റങ്ങൾ വന്നല്ലോ, മറ്റെല്ലാ ക്ഷേത്രങ്ങളിലും തന്ത്രവിധി പഠിച്ച ഏത് സമുദായത്തിലുള്ളവർക്കും പൂജാരിയാകാം എന്നൊരു തീരുമാനം, സുപ്രധാനമായ തീരുമാനം നമ്മുടെ നാട് എടുത്തിട്ടുണ്ട്. വളരെ പോസിറ്റീവായ തീരുമാനമാണ്. അവിടെ പ്രശ്നമുണ്ട്. അതായത് ദേവസ്വം ബോർഡിന് അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളിലാണ് അവിടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അത് ഈ തന്ത്രിയെ മാറ്റുന്ന അടക്കമുള്ള കാര്യങ്ങൾ ദേവസ്വം ബോർഡിന് അങ്ങനെ ചെയ്യാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട്. അതല്ല, എന്താ പ്രശ്നം? ആശങ്ക വരെ ഇപ്പൊ മോഹൻ ഖണ്ഡരെ മാറ്റിയില്ലേ? അതാണ് പറഞ്ഞത്. തൽക്കാലത്തേക്ക് മാറ്റി ഇല്ലില്ല. മോഹന ഖണ്ഡരെയും ആവശ്യം പറയുകയും അദ്ദേഹം മാറി നിൽക്കുകയുമാണ് ചെയ്തത്. ജി രാമൻ നായർ അങ്ങനെ ഒരു ആവശ്യം അദ്ദേഹത്തോട് പറയുകയും അദ്ദേഹം മാറി നിൽക്കുകയുമാണ് ചെയ്തത്. അത് ആ വിവാദത്തിന് അന്ന് ആ വിവാദത്തിന് അന്ന് പരിസമാപ്തിയാക്കാനുള്ള ഒരു ആവശ്യം കൂടിയായിരുന്നു എന്നതാണ്. അല്ലാതെ ദേവസ്വം ബോർഡ് അദ്ദേഹത്തെ മാറ്റി നിർത്തിയെന്നതിന് എന്തെങ്കിലും രേഖയുണ്ടോ? പിന്നെ ഈ പരിപൂർണ കമ്മീഷന്റെ ഇന്റർവ്യൂ ആണ് അതിന്റെ കാരണം. അതിന്റെ കാരണം പലതുണ്ട്. അന്ന് ജി രാമൻ നായർ ആവശ്യപ്പെടുകയും, എന്റെ വിവരം അങ്ങനെയാണ് കേട്ടോ, ജി രാമൻ നായർ ആവശ്യപ്പെടുകയും അവിടെ നിന്ന് മാറി നിൽക്കുകയുമാണ് ചെയ്തത് എന്നതാണ്. അത് പറ്റില്ല. ഈ കാര്യം ക്രിമിനൽ കേസോ ഈ ഇന്റർവ്യൂയോ പരിപൂർണ കമ്മീഷന്റെ പരാമർശങ്ങളോ അതിൽ അടങ്ങിയിരിക്കുന്ന പരിഹാസമോ അതിന് കാരണമായ കാര്യങ്ങളെക്കുറിച്ചോ ഞാൻ മറ്റൊന്നും പറയുന്നില്ല. അതിലൊക്കെ എനിക്ക് അങ്ങയോട് യോജിപ്പാണ്. പക്ഷെ അന്നുണ്ടായത് ജി രാമൻ നായർ എന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അദ്ദേഹത്തോട് മാറി നിൽക്കാൻ ആവശ്യപ്പെടുകയും അദ്ദേഹം മാറി നിൽക്കുകയുമാണ് ചെയ്തത്. ഇതിന് സുപ്രീം കോടതിയുടെ കൈവശമുള്ള, സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള ഒരു സൊല്യൂഷൻ ഉണ്ട്. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, താന്ത്രവിധികളിൽ കൃത്യമായ ബോധ്യമുള്ള ഒരു കൂട്ടം ആളുകൾ ചേർന്നെടുക്കുന്ന തീരുമാനങ്ങളാണെങ്കിൽ അതിൽ പിന്നീട് വിശ്വാസി സമൂഹത്തിനും കൃത്യമായ ഒരു ധാരണയുണ്ടാകും. അതിനോടൊപ്പം നിയമപരമായി അത് കോടതിയുടെ പരിഗണനയിലേക്ക് വരുമ്പോൾ അതിന് വില കൊടുക്കാനും കഴിയും. ഞാൻ പറഞ്ഞത് 1950 നിയമമുണ്ട്. ആ നിയമപ്രകാരം വേണമെങ്കിൽ ദേവസ്വം ബോർഡിന് തന്ത്രിയെ മാറ്റാനുള്ള അവകാശമുണ്ട്. അത് ദേവസ്വം ബോർഡ് ചെയ്യുന്നില്ല എന്നതാണ് പ്രശ്നം. അതെ, അതാണിപ്പോൾ KS രാധാകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നതും. മാത്രമല്ല പന്തളം കൊട്ടാരം തന്നെ പറഞ്ഞിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. വേണമെങ്കിൽ മാറ്റാമെന്നാണ് ഇന്ന് രാജരാജവർമ്മയും പറഞ്ഞു. പക്ഷെ അത് നിയമപരമായി മാറ്റാം എന്നതാണ്. പക്ഷേ ഈ പറയുന്ന വിശ്വാസങ്ങളൊക്കെ ഉണ്ടാകുന്നത് ദേവസ്വം ബോർഡ് വരുന്നതിന് മുമ്പാണെന്നതാണ്. ദേവസ്വം ബോർഡിന് വേണമെങ്കിൽ തന്ത്രിയെ മാറ്റാം എന്ന് വിശ്വാസങ്ങളിലില്ല. അതെങ്ങനെ വരിക? 1949 കവനന്റ് അല്ലേ ക്ഷേത്രത്തിന്റെ അടിസ്ഥാനം? അത് ഞാൻ പറഞ്ഞത് നിയമപരമായി. പക്ഷെ അതാണ് പറയുന്നത്, ഒരു താന്ത്രിക ഒരു ബോർഡ് കൂടി ഉണ്ട് എങ്കിൽ അത് വിശ്വാസികളെ കൂടെ നമ്മൾ ഏത് സുപ്രീം കോടതിയിലേക്ക് പോയിട്ടുണ്ടെങ്കിലും അവിടുത്തെ ആചാരപരമായ കാര്യങ്ങൾ കൂടി പരിഗണിച്ച, വിശ്വാസപരമായ കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് ആ സൊല്യൂഷൻ കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ വഴിക്ക് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ. മാത്രമല്ല ഈ തന്ത്രിയെ അപ്പോയിന്റ് ചെയ്യുന്നത് തന്നെ ആ അർത്ഥത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. ആ തന്ത്രിയെ അപ്പോയിന്റ് ചെയ്യാനുള്ള ചുമതലയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനാണ്. നാളെ എനിക്ക് തോന്നുന്നു ബ്രഹ്മദത്തൻ നമ്പൂതിരിയെ തന്നെയാണ്, അല്ലേ, ബ്രഹ്മദത്തൻ ഖണ്ഡരെ തന്നെയാണ്, മകനെ തന്നെയാണ് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് തീരുമാനിക്കുന്നത്. അപ്പം മാറ്റാനും പുതുതായിട്ട് നിയമിക്കാനും ഒക്കെ കഴിയും. പക്ഷെ അതിനുള്ള വില്ലുണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് രാഷ്ട്രീയമായ വില്ല് മാത്രമല്ല, വിശ്വാസികളെ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള വില്ലായി വരിക എന്നുള്ളതാണ്. പക്ഷെ അവിടെ ഈ താന്ത്രികമായിട്ട് വിദ്യ അറിയാവുന്ന ഒരാൾ വന്ന് പൂജ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട, അത് കോടതി പരിശോധിക്കേണ്ടതാണ്, അല്ലേ? അങ്ങനെയുള്ള ഈ പറയുന്ന നേരത്തെ മുൻകൂട്ടി അങ്ങനെ ഒരു അനുഭവം ഉള്ളതിനാൽ ആ കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. അതെ.
അപ്പോൾ നമുക്ക് ചർച്ച ചോദ്യം ഇതായിരുന്നു, തന്ത്രി സ്ഥാനം കുത്തകയോ എന്നുള്ളതായിരുന്നു. 3 പേരും നോ എന്നാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. Meet the editors.